നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് രാജ്യത്തോടുള്ള സ്നേഹമാവാം, സ്വന്തം കാര്യങ്ങളോടുള്ള ഇഷ്ടമാവാം, സ്വന്തം അഭിമാനം. അത് കൈവിട്ട് കളിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കില്ല. രാജ്യസ്നേഹവും സ്വന്തം അസ്തിത്വം, അതിന് ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, പല രാജ്യത്തിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഒരു സൈനിക വിമാനം വന്നു. പക്ഷേ ലാറ്റിൻ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന മെക്സിക്കോ അല്ല കൊളംബിയ, അവിടേക്ക് സൈനിക വിമാനത്തിൽ ഇതേപോലെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ചിട്ട് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചപ്പോൾ ആ ഗവൺമെൻറ്റുകൾ, അതിൻ്റെ ഭരണാധിപന്മാർ പറഞ്ഞത്, നോ, നിങ്ങളുടെ സൈനിക വിമാനത്തിൽ ഈ വിലങ്ങേറ്റി കൊണ്ടുവരുന്ന നമ്മൾ സ്വീകരിക്കുന്നില്ല, പകരം ഞങ്ങളുടെ വിമാനത്തിൽ തിരിച്ചു കൊണ്ടുവന്നോളാം. ആ സ്വാഭിമാനം എന്തേ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന് ഇല്ലാണ്ട് പോയി. ഇന്നലെ വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ, രാജ്യസഭയിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. മുമ്പും ഇതേപോലെ തിരിച്ചയച്ചിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്തും മുമ്പ് അമേരിക്ക തിരിച്ചയച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചയക്കുമ്പോൾ മാന്യത വേണം, മാന്യതയോട് തിരിച്ചയക്കുക. നമ്മുടെ ഭരണകൂടം എന്തേ ട്രംപിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നു? എങ്ങനെ കീഴടങ്ങി എന്നിപ്പോൾ എല്ലാവർക്കും വ്യക്തമായി. ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഈ പറയുന്ന രണ്ട് രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ, ഒരാൾ വനിത, ഒരാൾ പുരുഷൻ, മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോദിയ പർദോ, അതേപോലെ കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവ് പെട്രോ, ഈ രണ്ട് പേര് ഇടത്തും വലത്തും നിൽക്കുന്ന ഒരു വീഡിയോ ഒരു ഇമേജ് നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ്. ഈ വീഡിയോ സ്റ്റോറിയിൽ കണ്ടു പഠിക്കണം. സ്വാഭിമാനവും രാജ്യാഭിമാനവും എന്താണെന്ന് കണ്ടുപഠിക്കണം. ആ വീഡിയോയുടെ അടിക്കുറിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന കൊളംബിയയുടെ പ്രസിഡന്റ് ഇന്റർനെറ്റിൽ ഷെയർ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആത്മാഭിമാനമുള്ള ഭാരതീയരാണല്ലോ, ആത്മനിർഭരം ഭാരതീയർ, ഭാരതത്തിന്റെ രാജ്യസ്നേഹമൊക്കെ വാനോളം കൊടുത്തുന്ന സംഘികളുടെ ഒരു ഗവൺമെന്റ് ഈ നാട് ഭരിക്കുകയാണല്ലോ. ഇത് കേൾക്കണം. കൊളംബിയൻ പ്രസിഡന്റിന്റെ വാചകങ്ങളാണ് വായിക്കുന്നത്, എൻ്റെ വാചകമല്ല. A migrant is not a criminal and must be treated with dignity that a human being deserves. അർത്ഥം അറിയാമല്ലോ. ഒരു മൈഗ്രന്റ്, ഒരു കുടിയേറ്റക്കാരൻ അല്ലെ കുടിയേറ്റക്കാരി ക്രിമിനൽ അല്ല. ഒരു രാജ്യത്തും മറ്റു രാജ്യത്തേക്ക് ജീവിതം തേടി പോകുന്നവരാണ്, അവർ ക്രിമിനൽ അല്ല. ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് കൊണ്ടുവരേണ്ടവരല്ല അവർ. അവിടുന്ന് സൈനിക വിമാനത്തിൽ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ സൈനിക വിമാനത്തിൽ കയറ്റി ഇങ്ങോട്ട് വിടുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ. അതായത് ഒന്ന് മൂത്രപ്പേരെ പോകാൻ ഇഴഞ്ഞിഴഞ്ഞു പോകണം, കയ്യിലും കാലിലും വിലങ്ങാണ്. പഞ്ചാബിൽ ഗുജറാത്തികളെ ഉൾപ്പെടെ കൊണ്ട് ഇറക്കിയല്ലോ, 100-114 പേരെ, 114 പേരെ കൊണ്ട് ഇറക്കിയല്ലോ. അവർ പറഞ്ഞ അനുഭവങ്ങൾ. അമേരിക്ക കയ്യിലും കാലും വിലങ്ങ് വെച്ച് സൈനിക വിമാനത്തിൽ അങ്ങോട്ട് കയറ്റി വിട്ടുവരെ കൊളംബിയൻ പ്രസിഡന്റ് തടഞ്ഞു. വേണ്ട, തിരിച്ചു വിമാനം വിട്ടു. ഇവരുടെ സ്വന്തം സിവിലിയൻ വിമാനത്തിലാണ് അവരെ കൊണ്ടിറക്കിയത്. ആ മാന്യത, ആ സ്വാഭിമാനം എന്തേ ഇന്ത്യക്ക് ഇല്ലാതെ പോയി? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇല്ലാണ്ട് പോയി? എന്തേ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വന്നിരുന്ന് തള്ളുക, ന്യായീകരിക്കുകയാണ് ഇതിനെ. മുമ്പും ഇതുപോലെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു നാണവും മാനവും ഒക്കെ നമ്മുടെ രാജ്യസ്നേഹം പറയുന്നവർക്ക് വേണ്ടേ? ബാക്കി വായിക്കാം. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് കൊളംബിയൻ പ്രസിഡന്റ് പറയുന്നത്, ദാറ്റ് ഈസ് വൈ ഐ ടെൻഡ് ബാക്ക് US മിലിറ്ററി പ്ലെയിൻസ്. നിങ്ങളുടെ സൈനിക വിമാനം തിരിച്ചുവിടാൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കൊളംബിയൻ പ്രസിഡന്റ് പറയുകയാണ്, അനധികൃത കുടിയേറ്റക്കാർ ഒരു രാജ്യത്ത് ജീവിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. എത്ര മാന്യമായിട്ടാണ് കൊളംബിയൻ പ്രസിഡന്റ് പെട്രോ പറയുന്നതെന്ന് ആലോചിക്കണം. എത്ര മാന്യമായ സംഭാഷണമാണ്. ട്രംപിന്റെ വാക്കുകളോ രണ്ടുകൂടെ കൂട്ടി വായിക്കുക. അതായത്, ഐ കനോട്ട് അലൗ മൈഗ്രൻസ് ടു ബി
remain in a country that does not want them. അനധികൃത കുടിയേറ്റക്കാരെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു രാജ്യത്ത് അവർ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഇഫ് ദാറ്റ് കൺട്രി സെൻസ് ദം ബാക്ക്, ആ രാജ്യം അവരെ തിരിച്ചയക്കുന്നെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി വിത്ത് ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവരെ തിരിച്ചയക്കുന്നെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും, പക്ഷെ മര്യാദയ്ക്ക് ബഹുമാനത്തോട് തിരിച്ചയക്കണം, ഡിഗ്നിറ്റിയോട് തിരിച്ചയക്കണം, മാന്യത വേണം, മനുഷ്യാവകാശ ലംഘനം പാടില്ല, കയ്യിലും കാലിലും വിലങ്ങ് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആപ്പിളിന്റെ സ്ഥാപകൻ സിറിയയിൽ കുടിയേറിയ മുസ്ലിമിന്റെ മകനാണ്. അമേരിക്കക്കാരി കല്യാണം കഴിച്ചിട്ട് ഇല്ലീഗൽ സന്തതി. സ്റ്റീവ് ജോബ്സ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ബലം എത്ര മില്യൺസ് ഓഫ് ഡോളേഴ്സ്, ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. കുടിയേറ്റക്കാരന്റെ മകനാണ്, മറന്നു പോകരുത്. വി വിൽ റിസീവ് അവർ ഫെലോ, പെട്രോയുടെ ബാക്കി വാക്കുകളാണ്, വി വിൽ റിസീവ് അവർ ഫെലോ സിറ്റിസൺസ്. ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരെ ഞങ്ങൾ തിരിച്ച് സ്വീകരിക്കും വിത്ത് ഡിഗ്നിറ്റി. ഓൺ സിവിലിയൻ പ്ലെയിൻസ്, സൈനിക വിമാനത്തിൽ കൊണ്ടുവരേണ്ട, വിലങ്ങ് വെച്ച് കൊണ്ടുവരാൻ സിവിലിയൻ പ്ലെയിൻസ് സ്വീകരിക്കും. വിതൗട്ട് ട്രീറ്റിംഗ് ദം ലൈക്ക് ക്രിമിനൽസ്. അവരെ കുറ്റവാളികളായിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കത്തില്ല. കൊളംബിയ ഈസ് റെസ്പെക്റ്റഡ്, ഇന്ത്യ ഈസ് റെസ്പെക്റ്റഡ് എന്ന് പറയാൻ ഇവിടെ ആർക്ക് ഭരണാധികാരികൾക്ക് യോഗ്യതയുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യോഗ്യതയുണ്ടോ? ഇന്നലെ പാർലമെന്റിൽ വന്നിരുന്ന് കസർത്ത് കാണിച്ച വിദേശകാര്യമന്ത്രി ജയശങ്കർക്ക് മാന്യതയുണ്ടോ? ധാർമ്മികതയുണ്ടോ? ഈ രാജ്യങ്ങൾ കാണിച്ച, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ കാണിച്ച മാന്യത നമുക്ക് ഇന്ത്യ ആരെയാ ഭയപ്പെടുന്നത്? ഈ ലോകത്തെ ഭയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടെങ്കിൽ, ഒരു വിദേശകാര്യമന്ത്രി ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ട്രംപിനും മുമ്പിൽ പോയി മുട്ടുമടക്കി ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു നാണവും മാനവും ഇല്ലാതെ. കഷ്ടം, കഷ്ടം എന്നേ പറയാനുള്ളൂ. ഇതാദ്യമല്ല. ആദ്യ BJP സർക്കാരിൽ, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആദ്യ BJP മുന്നണി സർക്കാരിൽ അന്ന് കേന്ദ്രത്തിൽ ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. അദ്ദേഹത്തിന്റെ പേര് ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹത്തെ, ജോർജ് ഫെർണാണ്ടസ് ആരായിരുന്നുള്ളത് പോയി പഠിക്കണം, ചരിത്രം പഠിക്കണം, മാപ്രകള്. ജോർജ് ഫെർണാണ്ടസ് പറയുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയെ, വാജ്പേയി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയെ 2 തവണ അമേരിക്കയിലെ വിമാനത്താവളത്തിൽ തുണി ഊരി പരിശോധിച്ച് വിട്ടതാണ്. തുണി അഴിച്ച് പരിശോധിച്ചു ജോർജ് ഫെർണാണ്ടസിനെ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയെ. അന്നും സംഘികള് അമേരിക്കയെ ന്യായീകരിച്ചു. എന്ന് പറഞ്ഞാൽ വലതുപക്ഷ സംഘി വർഗീയത, അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയം, ഭായി 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 ഭായി. മനസ്സിലായോ? കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കാൻ നരേന്ദ്രമോദിക്ക് ആംബിയർ ഇല്ലാത്തത്? നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യമാണ് നാണം കെട്ടത്. സൈനിക വിമാനത്തിൽ അവിടുന്ന് ലുധിയാനയെ കൊണ്ടിറക്കിയ സൈനിക വിമാനത്തിൽ അമേരിക്കൻ 48 മണിക്കൂർ പറന്നു വന്ന സൈനിക വിമാനത്തിൽ നിന്ന് ബാത്റൂമിൽ പോകാൻ, ടോയ്ലറ്റിൽ പോകാൻ ഇഴഞ്ഞിഴഞ്ഞു പോകേണ്ടി വന്ന ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് ആത്മാഭിമാനം, സ്വാഭിമാനം മോദിക്കുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ടോ? പാർലമെന്റിൽ വന്ന് ഘോരഘോരം സംസാരിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർക്കുണ്ടോ? നിങ്ങൾ അടിമകളായി കഴിഞ്ഞു. അടിമൊത്തം സംഘി രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണിത്. അതുകൊണ്ട് ഇതിൽ ജയശങ്കർ പറഞ്ഞ എന്താണ്? അത് പറഞ്ഞ അവസരിക്കുക. വിലങ്ങിൽ പുതുമയില്ല. മുമ്പും വിലങ്ങ് വെക്കാറുണ്ട്, പുതിയ കാര്യമല്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞ വാചകങ്ങളാണ് പാർലമെന്റിൽ. ഉളുപ്പില്ലേ എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കത്തുള്ളൂ. ഇത്രയെങ്കിലും ഉളുപ്പ് ഈ രാജ്യം ഭരിക്കുന്ന നേതാക്കളോട് ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും വിദേശകാര്യമന്ത്രി ജയശങ്കറോടും ചോദിക്കുകയാണ്, ഇത്രയെങ്കിലും ഉളുപ്പ്, കൊളംബിയ മെക്സിക്കോയും കാണിച്ച ഒരു ധൈര്യം ഉണ്ടല്ലോ, അഭിമാനം, നിങ്ങൾക്കത് എവിടെ പോയി? നിങ്ങൾ എവിടെയാണ്? കഷ്ടം എന്ന് പറയാൻ.